ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗാണ്. സ്പെഷ്യൽ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുറച്ചൊക്കെ സ്പെഷ്യലാണ്. കാരണം ഇസ് വന്നതിൻ്റെ ശേഷമുള്ള സമാൻ ഖാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും പാടെ ഒരുമിച്ചിട്ടൊരു ബർത്ത്ഡേ ഇപ്പോഴാട്ടോ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡേ ഒന്നും കൂടെ മെമ്മറബിൾ ആൻഡ് സ്പെഷ്യൽ ആക്കാൻ വിചാരിച്ചു. യൂഷ്വലി ഞാനൊരു ഭയങ്കര ഗിഫ്റ്റ് കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ സർപ്രൈസ് കൊടുക്കുന്ന ആളോ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറേ ദിവസങ്ങളോളം പ്ലാൻ ചെയ്തിട്ട് സർപ്രൈസ് ചെയ്യുക അങ്ങനൊന്നും ഞാൻ ചെയ്യലില്ല. കാരണം ഒരു 1-2 തവണ നമ്മൾ കണ്ടിന്യൂസ്ലി ഗിഫ്റ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു എക്സ്പെക്ടേഷൻ ബിൽഡ് ചെയ്യല്ലേ. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് എൻ്റെ സൈഡിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ എന്തെങ്കിലും എക്സ്പെക്റ്റും കൂടി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബാഡ് അടിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു ചടങ്ങ് പോലെ ആക്കലില്ലെങ്കിലും പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഗിഫ്റ്റ് കൊടുക്കലും പിന്നെ സർപ്രൈസ് ചെയ്യലൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാന് പറയണത് എണീറ്റ് പാട് ഒരു ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാട്ടോ. ആസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിക്കോട്ടെ വേണ്ടി ഞാനിവിടെ ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കാനാണ് പ്ലാൻ ആക്കിയിട്ടുള്ളത്. ഇതൊക്കെ ടേബിളിൽ സെറ്റാക്കിയതിൻ്റെ ശേഷം ഈസി സമാൻക്ക് എണീക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പ്ലാൻ ഇടുമ്പോൾ ആദ്യം ഓർമ്മ വന്നത് വാലന്റൈൻസ് ഡേ കേട്ടോ. ഈ പറഞ്ഞ പോലെ ഒരു നാടൻ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ആക്കണം എന്നൊക്കെ പറഞ്ഞ് കടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം എന്നേക്കാൾ മുന്നേ എണീറ്റ കാരണം കൊണ്ട് ആ പ്ലാനൊക്കെ പാളിപ്പോയ കാര്യമാണ് ആദ്യം ഓർമ്മ വന്നത്. ഇന്ന് എന്തായാലും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും അക്കോർഡിംഗ് ടു മൈ പ്ലാനാണ് മൂവ് ആയിട്ടുള്ളത്. പിന്നെ ടേബിളിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ള റെഫറൻസ് ഞാൻ ഓൾറെഡി പിൻട്രസ്റ്റ് നോക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഞാൻ ഓരോന്ന് ചൂസ് ചെയ്തിട്ടാണ് ഗ്രോസറി ഷോപ്പിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എവിടെ എങ്ങനെയൊക്കെ വെക്കണം എന്നുള്ളൊരു കറക്റ്റ് ഐഡിയ ഉണ്ടായിരുന്നു. ഒക്കെ ഉണ്ടാക്കി വന്നിങ്ങനെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ കാണുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടില്ലേ. ശരിക്കും ഞാൻ വെറുതെ പറയല്ല, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് കുക്കിംഗ് ആയിക്കോട്ടെ ക്ലീനിങ് ആയിക്കോട്ടെ അത് നല്ലപോലെ അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അതായത് കുറച്ചു നേരം നോക്കി നിന്ന് ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് ഞാൻ സ്വയം ചിന്തിക്കും, ഞാനൊരു സംഭവം തന്നെയാണ്. അപ്പൊ നമ്മുടെ മാഡത്തിനെ ഇവിടെ കുളിപ്പിച്ച് സുന്ദരിയാക്കി ഇരുത്തിയിട്ടുണ്ട്. ഇനി സമാൻക്കയും കൂടെ ഫ്രഷ് ആയി വന്നിട്ട് ഈ ടേബിളിലത്തൊക്കെ കണ്ടിട്ട് വാവ് ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് എക്സ്പ്രഷൻ ഇടുന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ല. പക്ഷെ ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം കേട്ടോ. കാരണം ഇങ്ങനെ ഓരോ ന്യൂ ഫുഡ്സ് ട്രൈ ചെയ്യാൻ സമാൻക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദ വേ ടു മാൻസ് ഹാർട്ട് ഈസ് ത്രൂ ഹിസ് സ്റ്റൊമക്ക് എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് ഞാനെടുത്ത ഈ ഒരു എഫേർട്ടിന് എന്തായാലും ഒരു അപ്രീസിയേഷൻ കിട്ടും എന്നുള്ളത് ഷുവർ ഷോട്ടാണ്. പിന്നെ ഇസാടെ ബ്രേക്ക്ഫാസ്റ്റ് ഓൾറെഡി കഴിഞ്ഞതാണ്. പക്ഷെ ഞങ്ങളെ കഴിക്കാൻ സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഫ്രണ്ടിൽ വെച്ച് കൊടുത്താലോ കേട്ടോ അത് നടക്കുള്ളൂ. ഇനി ഈ ഒരു ടർക്കിഷ് ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഈ മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ സിഗ്നേച്ചർ ഐറ്റംസ് എന്നൊക്കെ പറയുമ്പോൾ എഗ്ഗ് വെച്ചിട്ടുള്ള ഓരോ ഡിഷസും പിന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ഒലീവ്സ് ഫ്രഷ്ലി കട്ട് ചെയ്ത വെജിറ്റബിൾസ് അതായത് ടൊമാറ്റോ ലെറ്റ്യൂസ് കുക്കുംബർ അങ്ങനത്തെ. പിന്നെ വെറൈറ്റി ഓഫ് ചീസസ് ആൻഡ് സ്പ്രെഡ്സ് ലൈക്ക് ബട്ടർ ജാം ക്രീം ഹണി. ഇനി ബ്രെഡ് ആൻഡ് പാസ്ട്രീസും പിന്നെ ലാസ്റ്റ് ഒരു സ്ട്രോങ് ടീയും കൂടെ കേട്ടോ അതിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്ന ഐറ്റംസ്. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ യൂണീക്നെസ് പറയുന്നത് ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് ഡിഷസിലാക്കി ടേബിളിന്റെ സെന്ററിൽ വെച്ച് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കുറച്ചധികം സമയം എടുത്ത് കഴിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതായത് ഒറ്റൊരു ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഒരു സ്പ്രെഡ് തന്നെ ഉണ്ട്. അതും ചെറിയ ഡിഷസിലാക്കിയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്തിട്ട് എൻജോയ് ചെയ്ത് മെല്ലെ മെല്ലെ കഴിക്കുന്ന ഒരു സംഭവം. എന്തായാലും ഈ ഒരു കൾച്ചറൽ കോൺസെപ്റ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അധികം കുക്കിംഗ് ഒന്നും ഇല്ലാണ്ട് സിമ്പിൾ ആൻഡ് ഫ്രഷ് ഇൻഗ്രീഡിയൻസ് മാത്രം, അതും അത്യാവശ്യം നല്ല രീതിക്ക് ഫില്ലിങ്ങും ആണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ലതായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരുന്നു. ഇതിപ്പോൾ വല്ല വർക്കിംഗ് ഡേ ആയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒരുക്കാനൊന്നും എന്തായാലും പറ്റുണ്ടാവില്ല. കാരണം ആ ഒരു മോർണിംഗ് ടൈം റഷിലിരിക്കാൻ ഞങ്ങൾ രണ്ടുപേരും സമാൻക്ക് ഓഫീസിൽ പോകാനുള്ള തിരക്കിലും ഞാൻ ഇസാടെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള തിരക്കിലായതുകൊണ്ട് എന്തായാലും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ നടക്കൂലായിരുന്നു. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ ജുമ ഉണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ ഉച്ചക്കൽക്കുള്ള പണിക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ കിച്ചൺ ക്ലീൻ ആയി കഴിഞ്ഞാലാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ അടുക്കി പെറുക്കി ഫ്രിഡ്ജിൽ വെച്ച് ബാക്കി പാത്രങ്ങളും കഴുകി സിങ്കും ക്ലീൻ ആക്കി വെച്ചിട്ട് സമാൻക്ക് ഉള്ളിയും തക്കാളിയും കട്ടി തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ചെമ്മീൻ ഓൾറെഡി ക്ലീൻ ആക്കിയത് ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ടൊന്നല്ല ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആസ് യൂഷ്വൽ ഫ്രൈഡേ ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമല്ലോ. അതുകൂടെ ബർത്ത്ഡേയും കൂടെ വന്നു കണ്ടപ്പോൾ പിന്നെ ഓക്കെ ബിരിയാണി തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു.
ഇസാക്ക് ഉറങ്ങേണ്ട ടൈമായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചെറിയ പ്രശ്നങ്ങളാണിത്. ഇപ്പൊ കിടന്നുറങ്ങുകയാണെങ്കിൽ എനിക്ക് എന്റെ പണികൾ കുറച്ചും കൂടെ ഫാസ്റ്റിൽ തീർക്കായിരുന്നു. അങ്ങനെ സക്സസ്ഫുള്ളി ഇസാനെ കിടത്തി ഉറക്കിയിട്ടുണ്ട്. പിന്നെ സമാൻക്ക് ജുമാക്കും പോയി. ആ ഒരു ഗ്യാപ്പിൽ വേണം എനിക്ക് ഈ ബിരിയാണി ഉണ്ടാക്കാൻ. ഒക്കെ അങ്ങനെ കട്ട് ചെയ്ത് വെച്ച കാരണം കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇൻ കേസ് അവൾ എണീക്കുകയാണെങ്കിൽ പോലും അവളെ എടുത്തിട്ട് ചെയ്യാനുള്ള പണി തന്നെ ഉള്ളൂ. പിന്നെ ഇവിടെ ഉറങ്ങണ കാരണം കൊണ്ട് തന്നെ കിച്ചണത്തെ എക്സോസ്റ്റ് ഒക്കെ ഓഫ് ആക്കിയിട്ട് പണി എടുക്കില്ലേ. അതാകുമ്പോൾ അവൾ എണീക്കുമ്പോൾ അറിയാലോ പറഞ്ഞിട്ട്. അതുകൂടെ ഈ സ്റ്റൗവും കൂടെ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ കിച്ചണിൽ അത്യാവശ്യം നല്ല രീതിക്ക് ചൂടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ഡേയ്സിൽ കിച്ചണിൽ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇസൻ എടുത്തിട്ടാട്ടോ ചെയ്യല്. അതുകൊണ്ട് ഞാൻ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ അവൾക്കും കിച്ചണിക്ക് വരണം പറഞ്ഞിട്ട് ഒരു കരച്ചിലാണ്. ഇങ്ങനെ ഓരോ കാഴ്ച കണ്ടിട്ടിരിക്കുമ്പോൾ അവൾക്കൊരു രസം. അതിന്റെ ഇടയിൽ കൂടെ അവളുടെ കുറച്ച് പണികളുണ്ടാവും. ഓരോന്ന് പിടിച്ചു വലിക്കലും ചവിട്ടി താഴെ നോക്കലൊക്കെ. മറ്റയാൾ അവിടെ എണീറ്റു എന്നുള്ള സിഗ്നൽ തന്നിട്ടുണ്ട്. ഒന്ന് ഒച്ച ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോൾ പോകും എന്നുള്ള രീതിക്ക് മുണ്ടാണ്ട് കടന്ന് കാത്തിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ദമ്മിടെല്ലാം കൂടെ കഴിച്ചിട്ട് ഇസാന റൈസും ഓണാക്കി വെച്ചിട്ടാണ് പോയത്. അതാകുമ്പോൾ വിസിലൊക്കെ വന്ന് പ്രഷറൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ അവൾക്ക് കൊടുക്കാനുള്ളതല്ലേ ഉള്ളൂ. അതുവരെ അവളെ പിടിച്ചിരുത്താൻ ഇതേപോലെ എന്തെങ്കിലും അവളുടെ മുന്നിൽ വെച്ചിട്ട് ഇരിക്കണം. ഇവൾക്ക് ഇപ്പോൾ പഴയ ടോയ്സ് ഒന്നും ഇഷ്ടമല്ലാണ്ടായിരിക്കണം. അവൾക്ക് എപ്പോഴും പുതിയത് കിട്ടി കഴിഞ്ഞാലാണ് അന്ന് അവളെ കുറച്ചു നേരം ഒന്നും ഇങ്ങനെ എൻഗേജ് ചെയ്തിരുത്താൻ പറ്റണുള്ളൂ. സമാൻക്ക് ജുമാ കഴിഞ്ഞ് വന്നതും ഇസാൻ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ ഇസാടെ ഫേവറേറ്റ് ലഞ്ചാണ് ഈ ഒരു കേർഡ് റൈസ്, അതല്ലെങ്കിൽ തൈര് സാദം എന്ന് പറയും. ശരിക്കും കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കഴിഞ്ഞാലാണ് തൈര് സാദം എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനതിപ്പോൾ അങ്ങനൊന്നും ചെയ്യണില്ല. ജസ്റ്റ് ജീരകശാല റൈസും പിന്നെ ബ്രോക്കോലിയും കൂടെ ഒന്ന് വിസിലടുപ്പിച്ചെടുത്തേക്ക് ഇതേപോലെ യോഗേട്ട് എടുത്തിട്ട് ഒന്ന് മാഷ് ചെയ്തിട്ട് അവൾക്ക് കൊടുക്കാട്ടോ ചെയ്യും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു റൈസ്. ഇപ്പോൾ കുറച്ചായിട്ട് ഇവളിനെ ഹൈ ചെയറിൽ ഇരുത്തി കഴിഞ്ഞാൽ ആദ്യം തന്നെ ആ മാറ്റ് ഒന്ന് വലിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാലാണ് അവൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇത് പഠിച്ചേ പിന്നെ ഇതൊന്ന് വലിച്ച് താഴെ ഇട്ടിട്ട് മാറ്റ് താഴെ വീണില്ലേ എന്നൊക്കെ കൺഫേം ആക്കിയതിന്റെ ശേഷമാണ് അവൾക്ക് ഓർമ്മ വരിക ഭക്ഷണം കഴിക്കാൻ ഇരുത്തിയിരിക്കണെന്നുള്ളത്. അങ്ങനെ ഇവളുടെ ഫുഡ് കൊടുക്കൽ കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് കഴിക്കാൻ. ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞ് കേക്ക് ഉണ്ടാക്കാമെന്നായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കുറച്ച് മുന്നേ ഞങ്ങൾ രണ്ടുപേരും പോടെ അവൻ്റെസ് മോളിൽ കൂടെ പോകുമ്പോൾ ഒരു സിനബൺ എന്നുള്ളൊരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിനമൺ റോള് കഴിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ മൂപ്പർ എടുത്ത വഴിക്ക് പറഞ്ഞാൽ എന്താ സാധനം ഞാനൊന്നും കഴിച്ചിട്ടില്ല എന്ന്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഉണ്ടാക്കി തരാം, സിമ്പിളാണ് ഉണ്ടാക്കാനെന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ടൈമിൽ, അതായത് 9th-ലും 10th-ലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. കുറേ ഉണ്ടാക്കും, കുറേ ഫ്രണ്ട്സിന് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ സക്സസ് ആയ ഒരു ആദ്യത്തെ റെസിപ്പി ആയിരുന്നു കേട്ടോ എൻ്റെ ഈ ഒരു സിനമൺ റോള്. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഇത് ഉണ്ടാക്കാത്ത കാരണം കൊണ്ട് അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കൂടെ ഉണ്ട്. ഈ ബേക്കിംഗ് ഉണ്ടല്ലോ നല്ല രസമുള്ള പരിപാടി കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് ഓരോ പ്രോസസ്സും ചെയ്യാൻ. അതേപോലെ തന്നെ കുറച്ച് സ്ട്രെസ്ഫുള്ളും ആണ്. മാത്രമല്ല കുറച്ചധികം ക്ഷമയും വേണം. ഇപ്പോൾ തന്നെ ഈ മാവ് ഒന്ന് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ഇനി ഇതൊക്കെ തേച്ച് കൊടുത്ത് വീണ്ടും റോൾ ചെയ്ത് കട്ട് ചെയ്തിട്ട് പിന്നെയും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. പിന്നെ അതെടുത്ത് ഓവനിൽ വെച്ച് വീണ്ടും കുറേ നേരം അത് ബേക്ക് ആവാൻ കാത്തിരിക്കണം. മൊത്തത്തിലൊരു കാത്തിരിപ്പാണ് കേട്ടോ. ഈ ഒരു ഭാഗം കുറച്ച് സ്ട്രെസ്ഫുൾ ആണ് കേട്ടോ. കാരണം കട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഷേപ്പ് ആകെ പോവും. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് ഒന്നിങ്ങനെ പൊന്തിയൊക്കെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് നേരം പോലുള്ള ഷേപ്പ് കിട്ടും എന്നാണ് പ്രതീക്ഷ. ശരിക്കും എൻ്റെ പ്ലാന് ഒരു സിനമൺ റോള് മാത്രം പ്ലേറ്റിൽ വെച്ചിട്ട് സൈഡിലൊരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതിയിട്ട് സെറ്റ് ആക്കാന്നാണ്. അപ്പോൾ ഞാൻ ബാക്കി വന്ന സിനമൺ റോൾ ഇതേപോലെ ഒരു ലോഫ് പാനിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം പിന്നെ ഡയറക്റ്റ് അങ്ങനെ ബേക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇസയുടെ ഉറക്കം കഴിഞ്ഞിട്ട് അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് സ്നാക്ക് ആയിട്ടൊന്നും ഇപ്പോൾ രാഗിയാണ് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ കമൻസിൽ പറയലില്ലേ വീഡിയോക്ക് ലെങ്ത് കുറവാണ്, കൂട്ടാൻ പറ്റുമോ എന്നൊക്കെ. ഇന്നിപ്പോൾ ഞാൻ എന്തായാലും രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത കാരണം കൊണ്ട് കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ.
അപ്പോൾ ഇസാടെ രാഗി കൊടുക്കൽ കഴിഞ്ഞിട്ട് നമ്മുടെ സിനമൺ റോൾ എന്തായി നോക്കി കഴിഞ്ഞപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിക്ക് റെസ്റ്റ് കിട്ടിയ കാരണം കൊണ്ട് അടിപൊളിയായി വന്നിട്ടുണ്ട്. പക്ഷേ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോയിട്ടുണ്ട്. ടെമ്പറേച്ചർ നോക്കാണ്ട് വെച്ച കാരണം കൊണ്ട് സിനമൺ റോളിൻ്റെ ടോപ്പ് ഒന്ന് ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ടേസ്റ്റിനൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ, നമ്മുടെ ആ ലുക്ക് പോയിന്നേ ഉള്ളൂ. പിന്നെ ഈ ലോഫ് പാനിൽ വെച്ചതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടെമ്പറേച്ചർ ഒന്ന് മാറ്റി കൊടുത്തപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ ഈ ഒരു ഐസിങ്ങും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഒരു കരിഞ്ഞത് അത്ര വിസിബിൾ ആവണില്ല. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഈ പ്ലേറ്റിൽ തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയും കൂടെ കൊള്ളണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ പോയി വരുന്നുണ്ടപ്പോൾ സമാൻകാർക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്തോ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ എന്താ ഉണ്ടാക്കണെന്നുള്ള കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഏകദേശമൊക്കെ ഞാൻ വിചാരിച്ച ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ക്യാൻഡിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായനെന്ന് തോന്നി. പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് കട്ട് ചെയ്യണോ അതെ അങ്ങനെ കഴിക്കണോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അപ്പോഴാണ് ആലോചിക്കുന്നത്, ശരി അത് കട്ടാണോ ചെയ്യേണ്ടത് അങ്ങനെ കഴിക്കുകയാണോ വേണ്ടത്. ഇനി സിനമൺ റോൾസ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു കേക്ക് അല്ല, ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബന്നാണ്. അതിൽ ഈ പട്ടൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. അത്രക്കും നൈസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇത് ഇതേപോലെ മുട്ടുത്തിട്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പ്രോപ്പറായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിലും അവൾക്ക് പറ്റുന്ന പോലെയൊക്കെ അവളെല്ലാം വലിച്ചിട്ടിട്ട് എന്നെ സഹായിക്കലുണ്ട്. സോ നമ്മുടെ നെക്സ്റ്റ് പ്ലാന് പറയണത് ഇന്ന് രാത്രി ഡിന്നർ പുറത്തുനിന്നാക്കാന്നാണ്. അപ്പോൾ ഇസാനെ ഫ്രഷ് ആക്കി അവൾക്ക് ഫുഡും കൊടുത്തു കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഞാനിവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ടൈമിൽ സമാൻക്ക് ഇസാനെ മേലേക്ക് കൊടുക്കണുണ്ടെന്ന് അവൾക്ക് എൻ്റർടൈൻമെൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞതും എനിക്ക് പെട്ടെന്നുള്ള ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് റെഡിയായാൽ മാത്രം മതിയല്ലോ. ഇന്ന് രാത്രി ഇസാൻ്റെ ഡിന്നർ പറയണത് പംകിൻ പൊട്ടാറ്റോ ക്യാരറ്റും പിന്നെ ചെറിയ പീസ് ചിക്കനും കൂടെ ഒന്ന് വേവിച്ചത് പ്യൂരെ ആക്കിയിട്ടാട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇതിൽ ഉപ്പില്ലാത്ത കാരണം കൊണ്ട് അവൾക്ക് അതിൻ്റെ ടേസ്റ്റ് വല്ലാണ്ട് അങ്ങോട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് ഇവൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഞാൻ അതിലൊരു നുള്ളു ഉപ്പ് ആഡ് ചെയ്യലുണ്ട്. ഉപ്പ് ഇട്ടിട്ടുണ്ടോ ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, ഇന്നില്ലേ ചോദിച്ചാൽ ഇല്ല, അത്ര കുറച്ച് മാത്രമേ ഞാൻ ഇടലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവൾ കഴിക്കട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഉപ്പൊന്നും ഇടാണ്ട് കൊടുത്തു നോക്കി കഴിഞ്ഞാൽ അവൾ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോട്ടെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കൊടുക്കലുണ്ട്. പക്ഷെ അവൾ കഴിക്കാത്ത കാരണം കൊണ്ട് ഞാൻ വീണ്ടും പോയിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വന്നു. അപ്പോൾ തന്നെ അവൾ അതൊക്കെ അവളുടെ ഡ്രസ്സിലൊക്കെ ആക്കി ആകെ അലമ്പാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്ട് എന്തായാലും പുറത്ത് പോകാൻ പറ്റില്ല. അങ്ങനെ ഇസയുടെ ഔട്ട്ഫിറ്റ് നമ്പർ 2 ആണ് കേട്ടോ ഇത്. ഞാൻ റെഡി ആവാൻ നിന്നിട്ടുണ്ട്, കാരണം എനിക്ക് കുറച്ച് ടൈം എടുത്തിട്ട് റെഡി ആവണം. ഞങ്ങൾ രണ്ടുപേരും റെഡി ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു 2-3 മിനിറ്റിൽ സമാൻ ഖാൻ്റെ റെഡി ആവല് കഴിയും. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് റെഡി ആവണ ആള് സമാൻ ഖായിരിക്കുക. സോ നമ്മൾ ഇന്ന് ഡിന്നർ ബുക്ക് ചെയ്തിട്ടുള്ളത് ബാർബിക്യൂ നേഷനിലാണ്. ഇസാടെയും കൂടെ കൺവീനിയൻസ് നോക്കിയിട്ട് ഞങ്ങൾ കൊടുത്ത ടൈം 8-9 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുമ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഞങ്ങൾ ബർത്ത്ഡേസിൽ ഡിന്നർ പുറത്തുനിന്നാക്കലാണ്, വേറെ സ്പെഷ്യലായിട്ടൊന്നും ചെയ്യലൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കടെ ബർത്ത്ഡേൻ്റെ അന്ന് ബാർബിക്യൂ നേഷന് പോയിട്ട് ഫുഡ് കഴിക്കാന്നുള്ളത്. പക്ഷെ ഇവിടേക്ക് ബുക്ക് ചെയ്തിട്ട് വരണം എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ലാസ്റ്റ് സമാൻഖാനെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ബാർബിക്യൂ നേഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ വക ഗ്രിൽസും കാര്യങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ്. പിന്നെ ഫുഡ് കൗണ്ടേഴ്സ് ഉണ്ട്, ലൈവ് പാസ്ത ആൻഡ് നൂഡിൽ സ്റ്റേഷൻസ് ഉണ്ട്, ഐസ്ക്രീം, ഡെസേർട്സ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ആകെ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ സെപ്പറേറ്റ് ആയിട്ടുള്ള കൗണ്ടർ. പിന്നെ പാനിപൂരി, ദഹിപൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് വയർ നിറച്ച് ഇഷ്ടമുള്ള പോലെ കഴിക്കാം.
പിന്നെ ഇവിടേക്ക് കയറിയ പാടന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ആണോ ബാർബിക്യൂ നേഷനിലേക്ക് വരുന്നത്, പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കേഷനോ ആയിട്ടാണോ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ടു. അതായത് ബർത്ത്ഡേ ആനിവേഴ്സറി അങ്ങനെ എന്തെങ്കിലും ആണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ബർത്ത്ഡേ ആണ്, അൽസമാൻ്റെ ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇരുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വെയിറ്റർ ഒരു കേക്കും സ്പീക്കറും കൊണ്ട് വന്നപ്പോഴേക്കും സൽമാൻ ഖാൻ്റെ പകുതി കിളി പോയിക്കണു. ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല പറഞ്ഞിട്ട് ഒഴിവാക്കാൻ നോക്കിയിരുന്നെങ്കിലും പക്ഷെ അവർ സമ്മതിക്കാണ്ട് സൽമാൻ ഖാനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിപ്പിച്ചു. ജസ്റ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ മൂപ്പര് ഓക്കെ ആയിരുന്നു. പക്ഷെ അവർ ആ സ്പീക്കർ ഓൺ ആക്കിയിട്ട് 4 പേർ എല്ലാവരും നിന്നിട്ട് ക്ലാപ്പൊക്കെ ചെയ്തപ്പോഴേക്കും സൽമാൻ ഖാക്ക് ആകെ വേണ്ടിയിരുന്നില്ല എന്നയക്കണു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സ്ക്രീനിൽ ഫുട്ബോൾ കാണുന്നത്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് തിരിച്ചു കേട്ടോ. സോ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട്, ബോറൊന്നും അടിച്ചിട്ടുണ്ടാവില്ല വിചാരിക്കണു. അപ്പോൾ എന്തായാലും വേറൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്തന്നെ കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.